കണക്കിന് ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടാണ് ചെയ്തതെന്ന് പറയാമായിരുന്നു. വല്ല ഗതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദൂരം 200 രൂപ ഓട്ടോയ്ക്ക് രാവിലെ വൈകുന്നേരം 100 രൂപ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 100 രൂപ 200 രൂപ കൊടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള ഗതിയില്ല എനിക്ക്. 200 രൂപ കൊടുത്താൽ എന്റെ പൈസ ഇല്ല. പിന്നെ നിൽക്കുന്നതും അത്രയ്ക്കാണ്. അങ്ങനെ പറയാനാണ് ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചത്. വടയിരിക്കുന്നത് നിനക്ക് പരിപ്പോടെ ഇഷ്ടമാണല്ല, ഒന്നും എടുക്കുമല്ല എന്ന് പറഞ്ഞ് വിളിച്ചത്. അല്ലാതെ ഈ മക്കളെ വിളിക്കുക. അവൻ കാരണമാണ് എനിക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ട് തരണത് പൈസ. അങ്ങനെ ദീർഘായുസ് 120 വയസ്സ് വരെ കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും എല്ലാവർക്കും വേണ്ടി. അങ്ങനെയുള്ള എനിക്ക് ഈ ഗതി 70 വയസ്സായി. ഇന്ന് എന്റെ വീട്ടിൽ എനിക്ക് മനസമാധാനത്തിൽ കിടക്കാൻ പറ്റുന്നില്ല സ്ഥലം കൊണ്ട്. കുറെ തന്തയില്ലാത്തവന്മാര് കാണിച്ച വേലയാണ്. പാവപ്പെട്ടവരെ അന്നത്തിൽ വെള്ളം കോരിയിട്ടാണ്ട് കാണണം. ആ ഒരു വീഡിയോ ഇട്ടിരുന്നൊരു പാവപ്പെട്ട ഒരു അമ്മമാരെ കടയില് ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഏതോ നമ്മുടെ നാട്ടിൽ കുറെ പല തന്തയ്ക്കുണ്ടാകുന്നവരുണ്ടല്ലോ, അവരൊക്കെ കാണിക്കുന്ന വേലത്തനങ്ങളാണ്. പാവപ്പെട്ടവരെ കടയൊക്കെ അടിച്ച് തകർത്ത് ഇല്ലാതാക്കി കളയാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി ചെന്ന കടയാണ്. അവരിപ്പം മുഴുവൻ ഇപ്പം വെയിലെത്താണ് ഇരിക്കുന്നത്. ഇതിനാണ് കണ്ട വല്ല പാവപ്പെട്ടവരൊക്കെ അന്നത്തിൽ വെള്ളം കോരി വീഴ്ത്തുന്നത് തരുവനൊക്കെ.